ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തുടക്കക്കാർക്ക് പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്ത് വരാം. നമ്മൾ ബിരിയാണി 1 കിലോ ബീഫ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമ്മൾ ബീഫൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ലെമൺ ജ്യൂസ് അല്ലാതെ ഇതിലേക്ക് വേറെ തൈരും അതുപോലെ വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ലെമണൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ ചതച്ചെടുത്ത ചതവ് മുഴുവനായിട്ടും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അല്പം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതൊന്ന് ചുയറ്റി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഒരല്പം വലിയ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് സ്കിപ്പായി പോയതാണ്. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂണ് RKG ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കൈവച്ച് നല്ല പോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഒന്ന് ചൂടാവുന്ന രൂപത്തിൽ നല്ല പോലെ കുറച്ച് ടൈം എടുത്ത് തന്നെ തിരുമ്മിയെടുക്കുക. ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രക്കും നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 4-5 വിസിലായി. ഇത് ആവശ്യത്തിന് വെന്തതിന് ശേഷം വിസിൽ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. സവാള നമ്മളിത് വഴറ്റിയെടുക്കുകയല്ല ചെയ്യേണ്ടത്, ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടി കൈകൊണ്ട് നല്ല പോലെ ഒന്ന് നിരടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് 200 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയ ശേഷം നമ്മുടെ ഉള്ളിയുടെ പകുതി ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട റൈസ് ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് റൈസ് തയ്യാറാക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിയില അതിൽ നിന്നും ഡെക്കറേറ്റിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 6 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി വഴറ്റാനെടുത്ത അതിൽ നിന്നും 6 ടീസ്പൂണ് ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് ഒരല്പം ഉള്ളി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ നെയ്ച്ചോറൊക്കെ വറ്റിച്ചെടുക്കുന്നത് പോലെയാണ് നമ്മളിത് വറ്റിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഗ്രാമ്പൂ, പട്ട, ഏലക്ക എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വെള്ളത്തിൽ അല്പം മുന്നിട്ട് നിൽക്കുന്ന രൂപത്തിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയിൽ നിന്നും 1/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ചതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ അതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ടൈം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആവുന്ന ടൈമിൽ നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റിന് വേണ്ടി കുറച്ചൊന്ന് മാറ്റി വെച്ച് ബാക്കിയുള്ളത് കൈവച്ച് നല്ല പോലെ ഒന്ന് നിരടിയെടുക്കാം. ഈ ടൈം കൊണ്ട് നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ദമ്മിടുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് കുക്കറിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള ഫ്രൈ ചെയ്തത് നല്ല പോലെ ഒന്ന് നിരടിയ ശേഷം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം പുതിനയില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് മുകളിലായിട്ട് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം.
അപ്പോൾ ഈ ടൈം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് അരിയിട്ട് അരി ഒരു ഹാഫ് വേവായിട്ടുണ്ട്. അപ്പോൾ ഹാഫ് വേവായ അരി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കുന്ന ആ രീതിയിൽ തന്നെയാണ് അരി വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ വേവിച്ചെടുക്കുന്നതൊന്നും. നമ്മളിത് ദമ്മിടുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ തീ കത്തിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല അടിക്കട്ടിയില്ല പാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അടിയിൽ കനമുള്ളൊരു ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അടി പിടിക്കാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുത്ത് മല്ലിയിലയും ഇട്ട് കൊടുത്ത് ഒരല്പം ഗരം മസാല വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മൾ അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ടൈമിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ തീ കത്തിച്ചെടുക്കണം. അതുപോലെ തന്നെ അടിക്കട്ടി ഇല്ലാത്ത പാത്രമാണെങ്കിൽ അടിയിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ചതിന് ശേഷം വേണം ദമ്മിടാൻ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിന് പകരം പാലിൽ കലക്കിയെടുത്താലും മതി. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ആ സ്റ്റെപ്പ് വീണ്ടും ചെയ്യാം. അപ്പോൾ ഇത് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് RKG കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3 ടീസ്പൂണ് RKG ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫ്ലേവറിന് വേണ്ടി ഒഴിച്ച് കൊടുത്തതാണ്. ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല എയറൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ വേണം മൂടി വെച്ച് കൊടുക്കാൻ. ഇതുപോലെ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പേപ്പറൊക്കെ ഉപയോഗിച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ദമ്മിടുന്ന ടൈമിലൊക്കെ ലോ ഫ്ലെയിമിൽ തീ കത്തുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി സർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല രുചികരമായ ബിരിയാണി എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തമായ ഒരു വീഡിയോക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.